കാര്യം. അതുകൊണ്ട് യേശു പറഞ്ഞു, അതുകൊണ്ട് ഇനി കുറച്ച് സമയങ്ങൾ കഴിഞ്ഞിട്ടല്ല നിന്റെ വിടുതൽ. നിനക്ക് ഇന്ന് ലഭിക്കേണ്ട വിടുതൽ ഇന്ന് തന്നെ കിട്ടണം. ആമേൻ. നിനക്ക് ഇന്ന് ലഭിക്കേണ്ട നന്മകൾ ഇന്ന് തന്നെ നിനക്ക് ലഭിക്കണം. അതാണ് പരിശുദ്ധാത്മാവൻ ഏൽപ്പിച്ച ദൂത്. അത് തടയുന്ന ചില മണ്ഡലങ്ങളെ വെട്ടുന്ന ഒരു വെളിപ്പാട് നിന്നിൽ വരാൻ പോകുക. സ്തോത്രം. അതിനെ തടയുന്ന നിന്റെ ഇന്നത്തെ നന്മകൾ, നിനക്ക് ഇന്ന് ലഭിക്കേണ്ട അത്യാവശ്യമായിരിക്കുന്ന വിടുതലുകൾ, ചിലരുടെ മക്കളുടെ വിദ്യാഭ്യാസമായിരിക്കാം, സ്തോത്രം, ചിലരുടെ വീട് പണിയായിരിക്കാം, ചിലരുടെ ഫിനാൻഷ്യൽ മേഖലകളായിരിക്കാം. പരിശുദ്ധന്മാർ ഞാൻ ദൂത് പറയട്ടെ, ഇന്നത്തെ മീറ്റിംഗിൽ തന്നെ ദൈവാത്മാവ് ചിലതിന്റെ കെട്ടുകളെ പൊട്ടിക്കുക. സ്തോത്രം. ചിലരുടെ ബന്ധനങ്ങൾ അഴിക്കുക. എന്ന് വെച്ചാൽ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങൾക്കകത്ത് കുരുങ്ങിക്കിടക്കുന്ന അപ്പോസ്തലന്മാർ വെളിയിൽ അടുത്ത മാസമല്ല വരാൻ പോകുന്നത്. ഇന്ന് നീ ആരാധിക്കുമ്പോൾ ഇന്ന് തന്നെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം പൊളിഞ്ഞ് നീ വെളി വരും. സ്തോത്രം. ഇപ്പൊ എനിക്ക് ഇവിടെയൊക്കെ കിടന്നാൽ മതിയെന്നല്ല, അങ്ങനല്ല കേട്ടോ. ഇന്ന് രാത്രി ലഭിക്കേണ്ട വിടുതൽ ഇന്ന് രാത്രി തന്നെ. ബൈബിൾ പറയുന്നു, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ അടിസ്ഥാനം കുലുങ്ങി. ഇന്ന് രാത്രി ചിലതിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും. ആമേൻ. ഇന്ന് നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ പ്രാർത്ഥിച്ച് അടുത്തൊരു 21 ദിവസം കഴിയുമ്പോൾ എന്റെ വിടുതൽ വരുമെന്നല്ല. ഇന്ന് നീ ആരാധിക്കാൻ തയ്യാറാകുമ്പോൾ ഇന്ന് രാത്രി തന്നെ നിന്റെ കുടുംബത്തിന്റെ കെട്ടുകൾ ദൈവം പൊട്ടിക്കാൻ പോകുക. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി തന്നെ നിന്റെ കുടുംബത്തിന്റെ കെട്ടുകളുടെ